അറിയില്ല, മാക്സിമം ശ്രമിക്കാം. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്ത് ചെയ്യുമ്പോൾ കുറെ ആൾക്കാർ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ആൾക്കാർ. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെല്ലായിരുന്നു ഉണ്ടായിരുന്നു. എൻ്റെ കസിൻ ഉണ്ടായിരുന്നു, വീഡിയോ കോളിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സ്, ഞങ്ങൾ അടുത്തായ കുറച്ച് ഫ്രണ്ട്സ്, പിന്നെ അർജുവേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ഏട്ടൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ഏച്ചി കോഴിക്കോട് നിന്ന് ഈ ഒരു ഡേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഏച്ചിയും കാര്യങ്ങളും അവരെല്ലാവരും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെങ്കിലും എനിക്ക് എല്ലാവരെയും കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ അധികം ആ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു, മയക്കത്തിന്റെ ആ ഒരു സംഭവം ഇതായിരുന്നു ആ ഒരു സംഭവം. അതിനുശേഷം ഞാൻ എൻ്റെ മോളെ എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കയ്യിൽ വെയിറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുമല്ലോ, അപ്പം ആ സാധനമാണിത്, വെയിറ്റും കാര്യങ്ങളും എഴുതി വെക്കുന്നത്. പിന്നെ എൻ്റെ മോളെ പൊക്കിൾക്കൊടി, പിന്നെ എന്താ പറയണ്ടേ, ഭയങ്കര ഇമോഷണൽ ആണ് ആ സിറ്റുവേഷൻ. ഞാനിപ്പോൾ ചിരിച്ചു പറയുകയാണെങ്കിൽ ഞാൻ ഉള്ളിൽ ആ ഒരു സംഭവം ഉണ്ടാവില്ല, നമുക്ക് ആ ഫുള്ള് സംഭവം ഓർത്തിട്ട് ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഫുൾ എൻ്റെ മൈൻഡിൽ അതായിരിക്കും. പിന്നെ ആ വീഡിയോ ഉള്ളതുകൊണ്ട് തന്നെ ചില സമയം എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ബാക്കി എല്ലാവർക്കും അത് ഓർക്കാനല്ലേ പറ്റുന്നു, ഞാനത് ക്യാപ്ചർ ചെയ്തുകൊണ്ട് എനിക്കതിൽ കാണാൻ പറ്റിയല്ലോ. പക്ഷേങ്കിൽ സി സെക്ഷനിൽ പെയിൻ ഇല്ലാന്ന് ചില ആൾക്കാർ പറയുമെങ്കിലും അതിനുശേഷം നല്ല പെയിൻ ഉണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണ് അതങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഭയങ്കര സുഖമല്ലേ, എല്ലാത്തിനും അതിൻ്റെതായ വേദനയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും സി സെക്ഷൻ ചെയ്ത ആൾക്കാരോട് എന്നാപ്പാ സുഖപ്രസവത്തിന്റെ അത്ര വേദനയൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ പറയുന്നത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. കാരണം എല്ലാത്തിനും വേദനയുണ്ട്, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നോട് തന്നെ കുറെ ആൾക്കാർ പറഞ്ഞു, ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു നല്ല പെയിൻ ഉണ്ടായിട്ടുണ്ടാവില്ലേ, എനിക്ക് സി സെക്ഷൻ ചെയ്ത സമയത്ത് അനസ്തേഷ്യയിലും ചെയ്യുന്ന സമയത്ത് വയറിൽ ഇങ്ങനെ വെച്ച് നിൽക്കണ്ടേ, അപ്പൊ വയറും ഈ കാലും തമ്മിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് എനിക്ക് പെയിനെല്ലാം ഉണ്ടാവില്ല, ആഫ്റ്റർ നടക്കും. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഇത്രയും ടൈമിൽ ആ സി സെക്ഷന്റെ ഈ കാര്യം പറഞ്ഞ സമയത്ത് ബാക്കി എല്ലാവരും സി സെക്ഷൻ ചെയ്ത ആൾക്കാർ മാത്രം അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി നോർമൽ ചെയ്ത ആൾക്കാരൊക്കെ ഒന്ന് എന്നാൽ നിങ്ങൾക്ക് വലിയ പെയിനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, സി സെക്ഷൻ അല്ലേ, അതിൽ വലിയ കാര്യങ്ങൾ അങ്ങനെയുള്ളൊരു ടോക്ക് അതൊട്ടും ശരിയായ കാര്യമല്ല. അത് നമ്മൾ ഒന്നാമത് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഒന്നാമതേ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടും ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഇതും കൂടി പറയുമ്പോൾ നമ്മളെ വല്ലാത്ത രീതിയിൽ തളർത്തും. അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങൾ സി സെക്ഷന് പെയിൻ ഇല്ല, സുഖപ്രസവത്തിന് മാത്രമേ പെയിൻ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എല്ലാത്തിനും എല്ലാതിനായ പെയിനും ഉണ്ട്. അത് ചെറിയ കാര്യമല്ല, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ അതിനുശേഷം നേരെ സി സെക്ഷൻ കഴിഞ്ഞവർക്കറിയാം. അപ്പോൾ നമ്മളൊരു 5-6 മണിക്കൂർ നമ്മൾ ഒബ്സർവേഷനിലായിരിക്കും ഉണ്ടാവുക. ഒബ്സർവേഷന്റെ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനെ കാണിക്കും, ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ കൊണ്ടുവരും. അപ്പോൾ ഒബ്സർവേഷന്റെ സമയത്ത് 5-6 മണിക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ടൈമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിറയലായിരുന്നു. വിറയലെന്ന് വെച്ചാൽ ഒരു എങ്ങനെ പറയാം, എല്ലാ രീതിയിൽ വിറക്കുന്നുണ്ട്. എ സി കുറച്ച് വെച്ചിട്ടും എ സി ഓഫാക്കി തന്നെ പറയോ, എ സി ഓഫാക്കി, അത് എ സി ഓഫാക്കി തന്നെ പറയും. എന്നിട്ട് ഞാൻ നല്ല രീതിയിൽ വിറക്കും, നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഭയങ്കര രീതിയിൽ ഇങ്ങനെ വിറച്ചുകൊണ്ടേയിരിക്കുക. ലാസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ മറ്റേ ആ ഒരു സംഭവമില്ലേ, എന്നാ അതിന് പറയാ, വാക്വം ക്ലീനർ ഒരു ചൂട് വരുന്ന സംഭവം. അപ്പൊ ആ രണ്ട് സംഭവം എൻ്റെ ഈ രണ്ട് സൈഡായിട്ട് വെച്ച് എനിക്ക് അവർ ചൂട് തരുവേത്, ചൂട് എന്നെ ഫുൾ ബോഡി ഫുള്ള് ചൂടാക്കിയത്. ആ സമയത്താണ് കുറച്ച് ഒന്ന് ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ആയി. അപ്പോൾ എ സി ഇടാൻ പറഞ്ഞു. എ സി ചെറുങ്ങനെ ഇടുമ്പത്തിന് പിന്നെയും ആ ഒരു ഷിവറിങ് വന്നു, പിന്നെ കുറച്ച് ചൂട് വന്നു. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ചൂട് തരുന്നത് കുറച്ചിട്ട് എ സി ഇടാന്ന് പറഞ്ഞു. ആ ലെവലിൽ അങ്ങനെ കുറച്ച് അങ്ങനെ പോയപ്പോഴത്തേക്ക് ഓക്കെ ആയി. ആ ഷിവറിങ് ഒക്കെ ഓക്കെ വന്നു. അതിനുശേഷം പിന്നെ എനിക്ക് വല്ലാത്ത രീതിയിൽ ദാഹിക്കാൻ തുടങ്ങി. നമുക്ക് എന്തായാലും വെള്ളമൊന്നും തരൂലല്ലോ, അപ്പം എനിക്ക് ദാഹിക്കാൻ തുടങ്ങി. ഞാൻ സിസ്റ്ററെ വിളിക്കാൻ തുടങ്ങി. സിസ്റ്ററെ എന്ന് വിളിച്ചപ്പോൾ സിസ്റ്റർ വന്ന് അങ്ങനെ തരാൻ പറ്റും, നമ്മൾ ഒരു തുള്ളി എങ്കിലും തരുമോന്ന് ചോദിച്ചു. അപ്പൊ അവരൊരു തുള്ളി തന്നു. എനിക്കൊരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് മൂടി ഉണ്ടാവില്ലേ, ആ മൂടിയിൽ ഇങ്ങനെ ഒരു തുള്ളി എനിക്ക് തന്നു. അപ്പൊ എനിക്ക് ഓക്കെ ആയി, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കണ്ടമാനം വെള്ളം കുടിക്കണം എന്നായിരുന്നു ആ സമയത്ത് ഉണ്ടായത്. പക്ഷെ എങ്ങനെ പോയാലും അവര് തരൂല. പിന്നെ ഒന്നാമത് അവർ ഉറങ്ങാൻ പറഞ്ഞു, കിടന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ എവിടെ കിടക്കാനൊന്നും പറ്റില്ല. ഒന്നാമതേ നമുക്ക് ആ ഒരു സംഭവം, നമ്മൾ പുറത്തെ ആൾക്കാർ ആ ഒരു സംഭവം ഇല്ലേ, എന്താന്നറിയില്ല, ഞാൻ കിടന്നിട്ടുണ്ടായിട്ടില്ല. ആ ഒരു ഒബ്സർവേഷൻ സമയത്തായാലും ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർ വരുന്നോണ്ട് തന്നെ സിസ്റ്ററെ പോവാനായ, പുറത്തേക്ക് പോവാനാ, ഇപ്പൊ റൂമിലേക്ക് കൊണ്ടുപോവാ, അങ്ങനെയെല്ലാം ചോദിക്കും. പിന്നെ ഇടയ്ക്ക് മോള് വന്ന് അവര് ഫീഡ് ചെയ്തിട്ട് അവരങ്ങനെ കൊണ്ടുപോകും മോളെ. അപ്പോൾ പിന്നെ ഓള് കരയുന്ന ഒച്ചെല്ലാം കിട്ടുമ്പോൾ ഞാൻ ചോദിക്കും എന്തിനാ സിസ്റ്റർ മാവ കരയുന്നേ, അത് ഭാവ ഇങ്ങനെ കരയുന്നേ, അവള് ഓക്കെയാന്ന്, കുഴപ്പമൊന്നുമില്ല, ഓൾ അവിടെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മോളെ എടുത്തെന്ന് ചോദിക്കും. ഞാൻ ചോദിച്ചു ലാസ്റ്റ്
സിസ്റ്റർ ഒന്ന് ഇവിടെ വെച്ച് തരുമോ മോളെ, ഒന്ന് ഇവിടെ കിടത്തി തരുമോ എന്ന് ചോദിച്ചു. പിന്നെ എന്റെ കൈ ഒന്ന് നമുക്ക് എണക്കാൻ പറ്റുകയാണെങ്കിലും നമുക്ക് ഇങ്ങനെ വെക്കാനുള്ള ആ ഒരു ഫുള്ളായിട്ട് ബോഡി ഇതാക്കാനൊന്നും പറ്റില്ല. ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ട്. എന്നാലും ഈ സൈഡ് എനിക്ക് സിസ്റ്റർ എന്ത് വെച്ച് തന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെച്ച് തന്നിട്ട് ഇങ്ങനെ ഞാൻ മോളിങ്ങനെ നോക്കി, അപ്പോൾ ഓളിങ്ങനെ ചുണ്ടും മൂക്കെല്ലാം ഇങ്ങനെ തൊട്ട് നോക്കി ഒരു സംഭവമില്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് മോളിങ്ങനെ അവർ തരുമ്പോ ഭാവി ഇങ്ങനെ വിളിച്ചു. ഓളിങ്ങനെ ഓൾറെഡി സിസ്റ്റർ വിളിക്കുക, സുന്ദരി കുട്ടി വേഗം പാല് കുടിച്ചോ, അമ്മേന്റെ അടുക്കത് വേഗം പാല് കുടിച്ചോ. ആ നേഴ്സ് ഒന്ന് ഫസ്റ്റോളെ സുന്ദരി എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം പുറത്തു വന്നതിന് ശേഷം ഓളെ പേരിടുന്ന വരെ എല്ലാരും സുന്ദരി 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 എന്ന് തന്നെ വിളിച്ചോണ്ടിരുന്നത്. ഇപ്പോഴും ആ പേര് അങ്ങനത്തെ സുന്ദരി എന്നാ വിളിച്ചോണ്ടിരുന്നത്. എനിക്കൊന്ന് ആ നേഴ്സ് നമ്മളെ നാട്ടുകാരത്തെ എല്ലാം തോന്നുന്നു, വേറെ ഏതോ ഒരു സ്ഥലത്തുള്ള നേഴ്സ്. കാരണം ആ ഒരു സംസാരമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു നമ്മളോടുള്ള പിന്നെ ഞാൻ നല്ലോണം സംസാരിക്കുന്ന കൂടുതൽ ആ സമയം ക്ഷീണം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. നേഴ്സ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, മോളി ഉറങ്ങ്, ഇറങ്ങി റെസ്റ്റ് ചെയ്യും, കണ്ണു കൂട്ടി കിടന്ന് ഉറക്കരുത്. ഞാൻ പറഞ്ഞു പറ്റില്ല ഡോക്ടർ, എനിക്ക് വെള്ളം വേണം, നേഴ്സ് എനിക്ക് വെള്ളം വേണം, പറ്റില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മൂടിയിലായിട്ട് വെള്ളം തന്നു. ശരിക്കും അങ്ങനെ കൊടുക്കൂല. പിന്നെ ഞാൻ ഓക്കെ ആയതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് കുറച്ചധികം വെള്ളം തന്നു. സത്യം പറയല അന്നേരത്തെ ഞാൻ കുറച്ച് ഓക്കെ ആയ. അപ്പൊ സാധാരണ എത്രയോ മണിക്കൂർ എടുത്തിട്ടാന്ന് പുറത്തേക്ക് കൊണ്ടുപോകുക. പക്ഷെ എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, ദൈവം സഹായിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് തന്നെ വേഗം എന്നോട് പറഞ്ഞു ഡ്രസ്സ് പുറത്തുള്ളവരെ കൊണ്ട് ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് തന്നു. അത് ഇടിയിപ്പിച്ചു. അത് ഇടിയിപ്പിക്കുന്ന ടൈമെല്ലാം നമ്മളെ ബോഡി പൊന്തണല്ലോ. എനിക്കിപ്പോ ഓർമ്മയാണ്, ഇതൊരു ബോഡി പൊന്തുന്നല്ല, നമ്മളിങ്ങനെ ബോഡി ഇങ്ങനെ അനക്കുമ്പോൾ ഭയങ്കര പെയിനാണ്, ഒരുമാതിരി പെയിനും ഒട്ടും പൊന്താത്ത പോലത്തെ ആ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു സംഭവമായിരുന്നു. അതൊന്നും ഒട്ടും പൊന്തുന്നില്ല, വല്ലാത്തൊരവസ്ഥ. ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട്, പിന്നെ അവര് നമുക്ക് ഇതൊക്കെ വെച്ച് തരും, ഇത് ക്ലീൻ ചെയ്ത് തരും. പിന്നെ നമുക്കറിയാലോ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതെല്ലാം അവരെല്ലാം ചെയ്തു തരുമല്ലോ. നനച്ച് തുടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട എനിക്ക് തുടക്കണം, കാരണം ഒരു തണുപ്പടിക്കുമ്പോൾ ബോഡി വല്ലാത്തൊരവസ്ഥയായിരുന്നു. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു, ഡ്രസ്സെല്ലാം ഇട്ട് കഴിഞ്ഞു. ഞാൻ എന്നെ വെല്ല പുറത്തേക്ക് കൊണ്ടുപോയി. ഞാനിങ്ങനെ കണ്ണുറങ്ങും. അതുവരെ ആ റൂമിൽ ഫുൾ ആ റൂമല്ലേ. അതിനുശേഷം പുറത്തേക്ക് വീട്ടിലുള്ള ആൾക്കാരെ കാണാനോ ആ ഒരു എക്സൈറ്റ്മെന്റും, ആരൊക്കെയാ പുറത്തുള്ളതെന്നൊന്നും എനിക്ക് അറിഞ്ഞ സമയം എത്രയാണെന്ന് പോലും അറിയില്ല. ചോദിക്കാറുണ്ട് നേഴ്സിനോട്, പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അതൊന്നും അത്ര എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ നേരെ നമ്മളെ വേറെ ബെഡിലേക്ക് മാറ്റുക. അപ്പൊ നമ്മളോട് ഇങ്ങനെ നീങ്ങി കിടക്കാൻ പറയും, ഇങ്ങനെ മാക്സിമം ഇങ്ങനെ നീക്കാൻ പറയും. ബോഡി പറ്റണ്ടേ, മാക്സിമം നോക്കി മെല്ലെ അങ്ങനെ വേറെ ഒരു ബെഡിലേക്ക് കിടത്തി. എന്നിട്ട് നേരെ കൊണ്ടുപോയി പുറത്ത് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി മോളെ ഫസ്റ്റ് കൊടുത്തെന്ന് തോന്നുന്നു ഏട്ടനെ, അല്ലേ? എന്നെ കാണുന്നതിനെക്കാട്ടും മുന്നേ മോളെയല്ലേ തന്നെ. അപ്പൊ മോളെ ഏട്ടൻ കൊടുത്തിന്, മോളെ ഏട്ടന് കൊടുത്തിന്, മോളെ കൊടുത്തിന്. അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് വരുമ്പോ എന്റെ അമ്മയും ഏട്ടനും അർജുനും. അത് എത്ര മണിയായിട്ടുണ്ടാവും ഏട്ടാ? ഏകദേശം 2 മണിയായിട്ടുള്ളൊക്കെ ആയിട്ടുണ്ടാവായിരിക്കും അല്ലെ. ഓൾറെഡി റൂം ആദ്യമേ കിട്ടേണ്ട ഇവരുടെ റൂമിലായിരുന്നു തോന്നുന്നു, അല്ലാണ്ട് റൂമിൽ അവരുടെ റൂമിൽ എൻജോയ് ചെയ്യായിരുന്നു. ഞാൻ ഇവരെ എപ്പോ വരും ആ ഒരു സംഭവം. അപ്പൊ നേരെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഏട്ടൻ ഇങ്ങനെ മോളേൽ ഇങ്ങനെ എടുത്തിങ്ങനെ, ഏട്ടൻ അന്ന് നോക്കിനെ അങ്ങനെയല്ല, മോളിങ്ങനെ എടുത്ത് നടക്കുന്നതെല്ലാം കാണുമ്പോഴത്തേക്ക് ആ ഒരു സംഭവമില്ലേ നമ്മള് ആ ഒരു എന്നാ അതിന് പറയാൻ നിനക്ക് അറിഞ്ഞൂടാ, ആ ഒരു ഭയങ്കര ഹാപ്പി ആ സംഭവമൊക്കെ ഉണ്ടെങ്കിലും നല്ല പെയിനായിരുന്നു. പിന്നെയും ആ ബെഡിലേക്ക് മാറ്റണ്ടേ നമ്മളാ, അപ്പോൾ നല്ല പെയിനായിരുന്നു. പിന്നെ അമ്മയും ഏട്ടനൊക്കെ ചോദിച്ചു ഓക്കെയാണ് ഏട്ടാ എനിക്ക് എന്തെങ്കിലും കുടിക്കാം. അപ്പൊ എത്രയോ മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും കൊടുത്തോന്ന് പറഞ്ഞായിരുന്നു, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തോന്ന് പറഞ്ഞായിരുന്നു അല്ലേ ഏട്ടാ? എന്നിങ്ങനെ ചായയും ബിസ്ക്കറ്റാന്ന് തോന്നുന്നു എനിക്ക് ഇവർ തന്നെയല്ല ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാവല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ചായന്ന് തോന്നുന്നു തന്നെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം കുടിച്ചു, ചായ കുടിച്ചു. അന്നേരത്തെ ഞാൻ ഓക്കെ. പിന്നെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എണീക്കാനല്ല കംപ്ലീറ്റ് എണീക്കല, ഇതിങ്ങനെ പൊന്തിച്ചു തരുമല്ലോ. ഈ പൊന്തിക്കുന്ന സമയത്തൊന്നും എനിക്കൊന്നും ഒട്ട് പറ്റും നീങ്ങി കിടക്കാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ നീങ്ങാൻ പോലും പറ്റുന്നുണ്ടായിട്ടില്ല, അങ്ങനെ പെയിനായിരുന്നു. അത് കഴിഞ്ഞ് നേഴ്സ് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അന്നത്തെ ദിവസം തന്നെയായിരുന്നു നടത്തിച്ചെന്ന് തോന്നുന്നു അല്ലേ ഏട്ടാ? രാവിലെ ആയിട്ടൊരു ഉച്ച അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരും, അന്നേരം നടന്നു നോക്കണം എന്നൊക്കെ പറഞ്ഞു. അതുവരെ യൂറിനൊക്കെ മറ്റേ ഇങ്ങനെ പോവല്ലോ.
അപ്പൊ ഞാൻ അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ് അവര് പോയി. ഞാൻ പറഞ്ഞു ഞാൻ നടന്നോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ അവ യൂറിൻ അതെല്ലാം കഴിച്ച അമ്മയ്ക്ക് യൂറിൻ ഒഴിക്കാൻ എന്തായാലും പോണം. എന്റെ ഭഗവാനേ, അതിന് ശേഷം ഒരു നടക്കാൻ അത് എങ്ങനെ നടന്നൊക്കെ ആലോചിക്കാനേ വയ്യ. കാരണം ആ സിസ്റ്റിന്റെ പെയിൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ നടക്കേണ്ട ഒരു സംഭവം വരുമ്പോഴേ നമുക്ക് നടക്കാൻ പറ്റില്ല, അങ്ങനെ വേദന ആയിരിക്കും. ഇവിടെ നിന്നുള്ള ആ ഒരു പെയിനില്ലേ ഒട്ടും സഹിക്കാൻ പറ്റൂല. തന്നെ ഞാനിങ്ങനെ ആദ്യമല്ലേ ഇവർ തന്നെ പിടിച്ചു, ഇങ്ങനെ മെല്ലെ മെല്ലെ നടത്തിച്ചു ബാത്റൂമിൽ കൊണ്ടുപോയി. പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു മാക്സിമം നടക്കാൻ, നേഴ്സ് തന്നെ പറഞ്ഞു മാക്സിമം നടക്കുന്നതായിരിക്കും നല്ലത്, നമുക്ക് നല്ലത് അതായിരിക്കും അല്ലേ ഏട്ടാ, അങ്ങനെയല്ലേ, അങ്ങനെ എന്തോ അല്ലേ ഡോക്ടർ പറഞ്ഞേ. നടക്കണം എന്ന് പറഞ്ഞു, നടന്നു കഴിഞ്ഞാല് ശരിയാവും പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിന് ശേഷം പിന്നെ അല്ലാണ്ടും ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കാൻ ഇങ്ങനെ ഇങ്ങനെ ഞാൻ തന്നെ സ്വയം നടക്കാൻ പിന്നെ ശ്രമിച്ചു. ഇങ്ങനെ പിടിച്ചു, എന്നാലും ഭയങ്കര വേദനയായിരിക്കും. ഞാൻ ഇങ്ങനെ ഏട്ടാ അമ്മ, ഞാൻ ശരിക്കും സത്യം പറയാലോ, ഓപ്പൺ ആയിട്ട് പറയുന്നതിനെ കൊണ്ട് എന്നാ എന്നെ കൊണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രയും കപ്പാസിറ്റി. കാരണം ഒട്ടും വേദന സഹിക്കാൻ പറ്റാത്ത കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. ഞാനിത് എങ്ങനെയാ സഹിച്ചേ ചോദിച്ചതിനാ എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെയാന്ന്. കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ പേരുണ്ടായിരുന്നു. ചില സമയം ഇത് കാണുന്ന ആൾക്കാർ പെട്ടെന്ന് ഡെലിവറിക്ക് ഓൾറെഡി പേടിയുള്ള ആൾക്കാർ ഇത് കേട്ടിട്ട് അങ്ങനെ പേടിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് എങ്ങനെയായാലും ഒരു ധൈര്യം എങ്ങനെയായാലും വരും. എന്നെ കൊണ്ട് ഇതെല്ലാം പറ്റിയില്ലെങ്കിൽ ബാക്കി എല്ലാവരെ കൊണ്ടത് പറ്റുമല്ലോ, ഇത്രയും ആൾക്കാർ എന്തായാലും പ്രസവിച്ചത്. എനിക്കത് എങ്ങനെ പറഞ്ഞു തരണ്ടേ, എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ അമ്മയെ എനിക്ക് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം വാവനെ കാണാൻ ഇങ്ങനെ ഓരോരുത്തരെ വരുമല്ലോ, അങ്ങനെ വന്നു. പിന്നെ മോക്ക് ചെറിയ മഞ്ഞ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഓളെ ഉള്ളിൽ തന്നെ ഒരു അതിനെന്താ പറയാ അതിന് ഫോട്ടോതെറാപ്പി. ഉള്ളിൽ നമ്മളെ റൂമിൽ തന്നെ അത് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായേ. അതുകൊണ്ട് തന്നെ മോളെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഭയങ്കര അവള് ചൂടാന്ന് തോന്നുന്നു. അവര് നീല കളറുള്ള സംഭവം കണ്ണിലൊക്കെ കെട്ടി, അത് വെളിച്ചം കുഞ്ഞ് കാണാൻ പാടില്ല എന്നാ പറഞ്ഞത്. അത് കണ്ണിന് ഇപ്പൊ കുഴപ്പമെന്ന് അങ്ങനെ ഒന്നും. ഇപ്പൊ ഇവള് കരയുമ്പോ എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ ഇവരെ അമ്മയും ഏട്ടനും കൂടിയിട്ട് കുറച്ച് സമയം ഏട്ടൻ നോക്കുവാണെങ്കിൽ, ഏട്ടനെ ഉറക്കൊഴിഞ്ഞ് നോക്കുവാണെങ്കിൽ പിന്നെ അമ്മ ഉറക്കൊഴിഞ്ഞ് നോക്കുവാണെങ്കിൽ ഏട്ടൻ, അങ്ങനെ രീതിയിൽ രാത്രി അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ആകെ 1 ദിവസം 2 ദിവസവും അത്രയെങ്ങാട്ട് നിന്നിട്ടുള്ളൂ അല്ലേ ഏട്ടാ അവിടെ. 2 ദിവസം നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ വീട്ടിലേക്ക് വന്നതിന്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ